തിരുവനന്തപുരത്ത് BJP മേയർ ഒക്കെ ആയി. അപ്പൊ അവര് അങ്ങ് തുടക്കത്തിലെ അങ്ങ് ആവേശത്തിലാണ്. ഇപ്പൊ നമ്മുടെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ ആദ്യത്തെ പരാതി പുതിയ മേയറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയത്തുണ്ടായിരുന്ന അഴിമതികളെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇപ്പം അവര് ജനങ്ങൾക്ക് മുന്നിലോട്ട് തരുന്ന ഒരു വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ പണി തുടങ്ങി, ഇത്ര നാള് നിങ്ങൾ കണ്ടതൊന്നും അല്ല, ഞങ്ങൾ പുതിയ രീതിയിലുള്ള ഞങ്ങളുടെ ഭരണ മാറ്റങ്ങൾ ആരംഭിച്ചു എന്ന് ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പുതിയ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം? ഇത് നമ്മള് BJP തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് BJPയുടെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു തന്ത്രം തന്നെയായിരുന്നു. ഇതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥ കാരണം, ആർക്ക് വേണ്ടിയിട്ടാണ് BJP ഇങ്ങനെ ഒരു കളി കളിച്ചത്, ആരൊക്കെയാണ് BJP ഇക്കാര്യത്തിൽ പിന്തുണച്ചത് എന്ന് തുടങ്ങിയ വിശദമായ ഒരു കാര്യം നമ്മൾ സംസാരിച്ചാണ്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും നോക്കേണ്ടത്, ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരായി ഒരു പരാതി മൂവ് ചെയ്തിരിക്കുന്നു. ഈ പരാതി കൊടുത്തിരിക്കുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന മുൻ കൗൺസിലറാണ്, വാർഡ് കൗൺസിലറാണ്. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി മൂവ് ചെയ്തിരിക്കുന്നത്. പുള്ളി എന്നാൽ നമ്മൾ വിചാരിക്കും BJPക്കാരനായിരിക്കും, BJPക്കാരനായ ഒരാൾ BJP മേയർക്ക് ഒരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആര്യ രാജേന്ദ്രനെ ആദ്യം അങ്ങ് പൂട്ടിയാൽ ഒരു മൈലേജ് കിട്ടും എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ഏതെങ്കിലും ഒരു BJP കൗൺസിലർ ആയിരിക്കും ഈ ഒരു പരാതി മൂവ് ചെയ്തത് എന്നായിരിക്കും നമ്മൾ തുടക്കത്തിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. എന്നല്ല, കോൺഗ്രസ്സുകാരനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ ആയ ഒരു കൗൺസിലറാണ്, ഒരുപക്ഷെ വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ ശ്രീകുമാർ. അപ്പോൾ പുള്ളിയാണ് ഈ പരാതി ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ BJP അവിടെ കൗൺസിലർ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഭരണം പിടിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അതായത് പ്രതിപക്ഷത്തിരുന്ന BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന മുന്നണി പെട്ടെന്ന് ഒരു സമയം എത്തിയപ്പോൾ അവർ അധികാരം പിടിച്ചു. ഇവിടെ നമുക്കറിയാം കോൺഗ്രസിനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു വാശിയിലായിരുന്നു K മുരളീധരനും. അതോടൊപ്പം മേയർ സ്ഥാനാർത്ഥിയായി മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് K ശബരിനാഥിനെയും കൂടെ രംഗത്തിറക്കിക്കൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് വേണ്ടി ഒരു കളമൊരുക്കുകയാണ് ശരിക്കും അവർ ചെയ്തത്, UDF ചെയ്തത്. എന്നാൽ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി തന്നെ മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് പ്രചരണമെല്ലാം നന്നായിരുന്നു, നല്ല രീതിക്ക് എല്ലാവരുടെയും പ്രചരണമെല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോയി. ഇടയ്ക്ക് ചില വിമത പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെ വിമതന്മാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു സമവായത്തിലൊക്കെ എത്താൻ ശ്രമിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ചില രാജിവെക്കലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് നേട്ടമുണ്ടായി. 50 സീറ്റുകളോളം BJPക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് BJPയുടെ ഒരു എക്കാലത്തെയും ചിരകാല അഭിലാഷം എന്നുള്ള നിലയിൽ സാധിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഏകദേശം 40 വാർഡുകളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്തുകൊണ്ട് അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ കൃത്യമായ ഒരു അനാലിസിസ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അനാലിസിസ് പോട്ടെ, അവർക്കൊരു വിഷമം പോലും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജയിച്ചത് ആകെപ്പാടെ വിഷമം കാരണമുണ്ടല്ലോ, അതിലോട്ടാണല്ലോ ചേട്ടൻ ഇപ്പൊ വരുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഇത്രയും 40ലേക്ക് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. UDF എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? ഞങ്ങൾ ഭരണം പിടിക്കും. ആകെപ്പാടെ 10 സീറ്റ് ഉണ്ടായിരുന്ന 19 സീറ്റായിട്ട് വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് യാതൊരു മെച്ചവും UDFന് ഉണ്ടായില്ല എന്നുള്ളതാണ്. വേറെ 9 സീറ്റിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 എന്നുള്ളത് 10 ആയി കഴിഞ്ഞ് ഇരട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഫലത്തിൽ എത്ര സീറ്റേ ഉള്ളൂ? 5 സീറ്റ്. 5 സീറ്റ് 10 ആകാൻ ഇരട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. എന്ന് പറയുന്ന പോലെ ഒരു മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞതിനപ്പുറത്തേക്ക് കോൺഗ്രസ് തകർന്നടിഞ്ഞു പോകുന്ന കാഴ്ചയാണ്. ഇവന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അനാലിസിസുകൾ ഇവർ നടത്തിയിട്ടില്ല. എവിടെയാണ് UDFന് പിഴവ് പറ്റിയത്? ഒരുപക്ഷെ ഒരു പുതിയ ആ രാഷ്ട്രീയ തന്ത്രം വളരെ കൃത്യമായി അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ UDF 2-ാം സ്ഥാനത്ത് നഗരസഭയിൽ എത്തുമായിരുന്നു. 1-ാം സ്ഥാനം CPMനും കിട്ടി. 2-ാം സ്ഥാനത്തേക്ക് ശരിക്കും കോൺഗ്രസ് പാർട്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. BJPക്ക് ഇങ്ങനെ ഒരു നഗരസഭ കോൺഗ്രസ് നൽകിയതുപോലെ ഒരു തോന്നൽ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ പറയുന്ന 25ഓളം വരുന്ന മണ്ഡലങ്ങളിൽ UDFന്റെ അതായത് വാർഡുകളിൽ UDFന്റെ വോട്ട് നില 1000-ലും താഴെയാണ്. ചിലതിലൊക്കെ 500-ലും താഴെ വോട്ട് വരിക എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, 4000 വോട്ട് വരെ വീഴേണ്ട സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നത് ഈ പറയുന്ന 500-ഉം 300-ഉം 200-ഉം വരെ വോട്ടുകൾ നേടാൻ മാത്രമേ UDFന് കഴിഞ്ഞുള്ളൂ. അപ്പോൾ UDFന്റെ വോട്ടുകളെല്ലാം എവിടെ പോയി? സ്വാഭാവികമായ ഒരു ചോദ്യമാണല്ലോ അത്. അപ്പം ഇവർ തമ്മിലൊരു ഡീലുണ്ടാക്കി.
ആ ഡീലിന്റെ പുറത്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിന് ഏതൊരു ചങ്ങാത്തത്തിനും ഏത് തരത്തിലുള്ള ഡീലിനും രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീല് അവിടെ നടന്നിട്ടുണ്ട്, അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ആ ഉറപ്പ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. പക്ഷെ മുരളീധരൻ എന്ന് പറയുന്നവരൊക്കെ മനസ്സിലായില്ല. മുരളീധരൻ ഇത് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ, കാലാകാലങ്ങളായി ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കിയിട്ട് എവിടെ ചെന്ന് നിന്ന് തോൽക്കാൻ വേണ്ടിട്ട് നിന്ന് കൊടുക്കുന്ന ആണ്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെയും ചിന്തിച്ചൂടെ? മീൻസ് ഇപ്പൊ ഈ പറയുന്നത് പോലെ എവിടെ ചെന്ന് നിന്നാലും അല്ലെ എവിടെയെങ്കിലും തോൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് വേണമെങ്കിൽ കരുതാമല്ലോ, നമുക്ക് കരുതാം അങ്ങനെ. പക്ഷെ വേറൊരു കാര്യം, മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ എങ്ങും ഇതുവരെ സംഘടനാ ദൗർബല്യങ്ങളെ അല്ലാന്നുണ്ടെങ്കിൽ സംഘടനാപരമായ ദൗർബല്യങ്ങൾ അദ്ദേഹം എങ്ങും കാണിച്ചിട്ടില്ല. അതായത് അദ്ദേഹം എപ്പോഴും ആത്മാർത്ഥമായി തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ മുരളീധരൻ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് വടകരയിൽ മത്സരിച്ച് അദ്ദേഹം നല്ല രീതിയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ച് MP ആയത്. പക്ഷേ രണ്ടാമത്തെ വീണ്ടും അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പാർട്ടി പറഞ്ഞു, നിങ്ങൾ അവിടെ മത്സരിക്കണ്ട, മുരളീധരൻ സ്വന്തം കാര്യം നോക്കുന്ന ഒരു നേതാവായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞേനെ ഞാൻ ഇവിടെ തന്നെ മത്സരിക്കൂ എന്ന് തറപ്പിച്ച് പറയാനുള്ള ചങ്കൂറ്റം മുരളീധരൻ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി പറഞ്ഞതാ നിങ്ങൾ തൃശ്ശൂരിൽ മത്സരിക്കൂ എന്ന് പാർട്ടി പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു നേരെ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിച്ചു, തൃശ്ശൂരിൽ വന്ന് മത്സരിച്ചു. എന്ത് സംഭവിച്ചു? അവിടുത്തെ TN പ്രതാപൻ മാറിക്കഴിഞ്ഞപ്പോൾ TN പ്രതാപനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വോട്ട് മറിച്ച് അങ്ങനെ ഇദ്ദേഹത്തെ താഴേക്ക് ഇറക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ മറിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് കൃത്യമായ പാളയത്തിലായിരിക്കും. അത് BJPക്ക് നേട്ടമുണ്ടാവൂ. നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ശരി, കേരളത്തിന്റെ ഒരു ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം എടുത്ത് പരിശോധിച്ചാലും ശരി, കോൺഗ്രസിന്റെ വോട്ട് എവിടെയൊക്കെ മറിഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം നേട്ടം ഉണ്ടാക്കിയത് BJP ആണ്. ആ രീതിയിലൊരു അന്തർധാര ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ആ കണ്ണും പൂട്ടിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിയെ ജയിപ്പിക്കാൻ പോലും അറിയാൻ വയ്യാത്ത മോഴകളാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരെന്ന് കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. അവരാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ പരാതിയും കൊണ്ട് ഈ പറയുന്ന BJP-കാരനായ മേയർ VV രാജേഷിന്റെ കാല് തിരുമ്മിക്കൊണ്ട് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിന്റെ ഒരു വിരോധാഭാസം എന്ന് ആലോചിച്ച് നോക്കൂ. BJP-യെ എന്ന് പറയുന്ന വർഗീയ കക്ഷിയെ അവിടെ നിലയ്ക്ക് കയറ്റില്ല എന്ന് വാശി വെച്ച് പറഞ്ഞ ഒരാളായിരുന്നു മുരളീധരൻ. ആ മുരളീധരന്റെ വാക്കിനൊരു പട്ടിയുടെ വില പോലും കൊടുത്തിട്ടുണ്ടോ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ, ഈ വോട്ട് മറിച്ച കോൺഗ്രസ്സുകാർ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു നായയുടെ വില പോലും കൊടുത്തിട്ടില്ല മുരളീധരൻ. അവര് മുരളീധരനെ കോൺഗ്രസിൽ എന്നും കിട്ടിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പുല്ല് വില പോലും ഇല്ലാത്ത ഒരാളാക്കി മുരളീധരനെ അധപ്പതിപ്പിച്ചത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കൂടെയുള്ള നേതാക്കന്മാർ അവരാണ് ഇപ്പോ പിന്നെ ആര്യ രാജേന്ദ്രനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ്? ഈ രണ്ടുപേരുടെയും മുഖ്യ എതിരാളി CPM ആയതുകൊണ്ടാണ്, ഇടതുപക്ഷമായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പരാതി കൊടുത്തിട്ട് ഇവിടെ എന്തോ കൂലങ്കഷമായ അഴിമതി നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? BJP പ്രതിപക്ഷത്തിരിക്കുകയായിരുന്നല്ലോ. ഈ 5 വർഷക്കാലം ആര്യ രാജേന്ദ്രന്റെ പേരിലുള്ള ഒരു അഴിമതിയെങ്കിലും തെളിയിച്ചെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു കോടതി പോകണ്ട, സെഷൻസ് കോടതിയിലെങ്കിലും ഒരു കേസ് കൊണ്ട് ഫയൽ ചെയ്യാൻ ഈ BJP-ക്ക് 5 വർഷത്തിനകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? അന്നും BJP-ക്ക് പ്രതിപക്ഷം, BJP ആയിരുന്നു പ്രതിപക്ഷം. അന്ന് ഈ പറഞ്ഞ VV രാജേഷ് കൗൺസിലറാണ്. എന്നിട്ട് ഇവരെ കൊണ്ട് ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കാനത് ഇതുവരെ കഴിയാതെ പോയത്? ഒരു അന്വേഷണത്തിന് പിന്നെ ഒരു പേപ്പർ മൂവ് ചെയ്യാനെന്ത് ഇവർ കഴിയാതെ പോയത്? അപ്പം ഇത് പറയുന്ന പോലെ ഇത് ഈ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എന്തോ അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ഇതിനകത്ത് കള്ളത്തരം വരെ കാണിച്ചു ആര്യയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കള്ള ഒപ്പ് വരെ ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഈ രീതിയിലെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, പലപ്പോഴും പിന്നെ ആര്യ രാജേന്ദ്രനെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അല്ല പിന്നെ പക്വതയില്ലാത്തവൾ എന്ന് വിളിച്ചാണ് ഈ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ ആര്യ രാജേന്ദ്രനെ പരിഹസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആര്യ രാജേന്ദ്രൻ പലപ്പോഴും വളരെ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഈ BJP-ക്കെതിരെ വീണ് കൃത്യമായി അവരെ പ്രഹരിക്കാൻ വടി കൈ കിട്ടിയിട്ട് പോലും അതിന് മുതിരാതെ വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു തർക്കമില്ല എന്നൊക്കെ പറയേണ്ടി വരും. തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറ്റുന്നതിലും തിരുവനന്തപുരത്ത് വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ആര്യ രാജേന്ദ്രൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്.
ഒരു മേയർ എന്നുള്ള നിലയിൽ ഒരു എന്താ പറയുക, ഒരു 21-23 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടും ആ കുട്ടി വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലിയ പങ്ക് തന്നെയാണ്. ആ തിരുവനന്തപുരത്തൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ രീതിയിലൊരു അഴിമതി ആരോപണം ഇനിയിപ്പോൾ വി രാജേഷിന്റെ കാൽച്ചുവട്ടി കിടന്നുകൊണ്ട് അവന്റെ ഈ വി രാജേഷിന്റെ കാല് തിരുമിക്കൊണ്ട് ശരിക്കും ഇതൊക്കെ നടപ്പിലാക്കി എടുക്കണം. ഈ വി രാജേഷ് പറഞ്ഞ പോലെ 45 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നാൽ നല്ല കാര്യം. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന് വികസന പദ്ധതികളെക്കുറിച്ചും വികസന പരിപാടികളെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടുണ്ടാക്കി പദ്ധതികൾ അവതരിപ്പിച്ചാൽ നല്ല കാര്യം. ആ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരിക്കും. ഇതുവരെ ഇല്ലാത്ത എന്ത് പദ്ധതികളാണ് ഇനി ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതും തിരുവനന്തപുരത്തുകാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നേ. ട്രാഫിക് ബ്ലോക്കുകളുണ്ടോ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ട സമീപനം ഉണ്ടാകുമോ? ഇനി അതല്ല ഈ പറയുന്ന ലൈറ്റ് മെട്രോ ആ പദ്ധതി നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാവർത്തികമാക്കുമോ? പൊതുവെ എറണാകുളത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം അത്ര വലിയ ട്രാഫിക് ബ്ലോക്കിന്റെ ഒരു കേന്ദ്രമൊന്നും അല്ല. എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചില സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലും സെക്രട്ടേറിയറ്റ് വാതിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ തിരുവനന്തപുരത്തുകാർക്ക് ട്രാഫിക് ബ്ലോക്കിനെ നേരിടേണ്ടി വരുന്നത്. പിന്നെ ഉള്ളതെന്ന് ചാക്ക അതുപോലെയുള്ള സ്ഥലങ്ങൾ, ബൈപ്പാസിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന ആ സ്ഥലങ്ങളിലൊക്കെ മാത്രമാണ് പലപ്പോഴും ഈവനിങ് സമയങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ വലിയ ബ്ലോക്ക് എന്ന് പറയുന്ന മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ട ഒരു ബ്ലോക്കും തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. പിന്നെ റോഡുകൾ, തിരുവനന്തപുരത്തെ നഗരങ്ങളിൽ ആ നഗരത്തിലൂടെ അങ്ങിങ്ങായിട്ട് ഏറ്റവും കൂടുതൽ റോഡുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ ആ റോഡുകളെല്ലാം ഒട്ടുമിക്ക റോഡുകളും ഉപയോഗയോഗ്യമായി കിടക്കുന്ന റോഡുകൾ തന്നെയാണ്. അതിനൊന്നും വലിയ മോശം പറയാൻ പറ്റത്തില്ല. അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനത്തിൽ പിഴവുകൾ വന്നിട്ടില്ല. അപ്പം ആകപ്പാടെ ഉണ്ടായിരുന്ന ആമീഴഞ്ചാം തോട്ടിൽ ഒരു ജോസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ മരിച്ച ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിലുണ്ടായെന്ന് വെച്ചാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള പെർമിഷൻ കിട്ടാത്തതുകൊണ്ടുണ്ടായ ഒരു ബ്ലോക്കേജിലാണ് ഇദ്ദേഹം ചെന്ന് പെട്ടുകൊടുത്ത് അദ്ദേഹത്തിന്റെ ജീവൻ വെടിയേണ്ടി വന്നത്. അപ്പം എല്ലാ കാര്യത്തിലും തിരുവനന്തപുരം നഗരസഭ ഒരു പടി മുന്നിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി എന്താണ് പരാതി? ആ പരാതി പല SC/ST ഫണ്ട് തട്ടിപ്പ് അങ്ങനെ കുറെ ഫണ്ടുകളുടെ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ശ്രീകുമാറിന്റെ കണ്ടെത്തൽ. ആ ശ്രീകുമാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. പക്ഷേ ഈ 5 വർഷക്കാലം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ശ്രീകുമാറിന് എന്തുകൊണ്ടാണ് ഒരു പരാതി മൂവ് ചെയ്യാൻ കഴിയാതിരുന്നത്? അല്ലെങ്കിൽ വി രാജേഷിനോ BJPക്കോ പ്രതിപക്ഷത്തിരുന്നവർക്കോ എന്തുകൊണ്ടാണ് ഒരു പരാതി മൂവ് ചെയ്യാനും അത് കോടതിയിൽ എത്തിക്കാനും കഴിയാതിരുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാര്യം ആര്യ തന്നെയായിരുന്നല്ലോ ഈ കഴിഞ്ഞ 5 വർഷവും മേയറായിട്ടിരുന്നത്. പലപ്പോഴും ആര്യ രാജേന്ദ്രനെ അതിലേക്ക് ഡയസിലേക്ക് കടത്തിപ്പോലും വിടാത്ത രീതിയിൽ നിലത്ത് കുത്തിയിരുന്നും കിടന്നും ഒക്കെ സമരങ്ങളായിരുന്നു, നിരന്തര സമരങ്ങളായിരുന്നു പിന്നെ അവിടുത്തെ പ്രതിപക്ഷം എല്ലാ സമയങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിനൊക്കെ എന്താണ് ഒരു മറുപടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കോൺഗ്രസ് നിരുപാധികം BJPക്ക് മുമ്പിൽ കീഴടങ്ങിയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാ, നിരുപാധികം കീഴടങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് കെ മുരളീധരൻ ഇതൊക്കെ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ചില പുഴുക്കുത്തുകളുണ്ടെന്നും കാൽച്ചുവട്ടിലെ മണ്ണ് തുറന്നു കളയാൻ ആൾക്കാരുണ്ട് എന്നുള്ള വിവരവും ഒക്കെ കെ മുരളീധരൻ മനസ്സിലാക്കി വേണം എപ്പോഴും രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സമീപിക്കേണ്ടത്.